വെൽക്കം ടു ഫ്ലുവൻറ്റെക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ പുതിയ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ പ്രൊഫൈൽ ഓഫ് ദ ഓഥർ. അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൊളംബിയൻ നോവലിസ്റ്റ് ആണ് ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് 20th century. He was awarded Nobel Prize for Literature in 1982. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേണൽ ആൻഡ് 100 Years of Solitude. He is one of the best known Latin American writers of our time. He is one of the key figures of magical realism. മാജിക്കൽ റിയലിസം എന്നാൽ 20th century ഉണ്ടായിരുന്ന ഒരു നറേറ്റീവ് സ്റ്റൈലാണ്. ഇത്തരം വർക്ക്സുകളിൽ ഇറ്റ് ഡെപിക്ട്സ് ദ റിയൽ വേൾഡ് വിത്ത് ആൻ അണ്ടർ കറന്റ് ഓഫ് മാജിക് ഓർ ഫാന്റസി. ഒരു മാജിക് അല്ലെങ്കിൽ ഫാന്റസിക് എലിമെന്റ്സിന്റെ ടച്ചോട് കൂടിയിട്ട് റിയൽ വേൾഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റൈറ്റിംഗ്സിനെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു സ്റ്റോറി ലൈൻ. ഒരു ട്രബിൾഡ് ഹൗസ് ഹോൾഡിലേക്ക് ഒരു മിസ്റ്റീരിയസ് സ്ട്രേഞ്ചർ വരാണ്. ഈ മിസ്റ്റീരിയസ് സ്ട്രേഞ്ചറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പിന്നീടുള്ള കഥ നടക്കുന്നത്. അവിടെ ഇനീഷ്യൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലൊരു മിസ്റ്റീരിയസ് സ്ട്രേഞ്ചർ വരുന്ന സമയത്തുള്ള ഒരു ഇനീഷ്യൽ കൺഫ്യൂഷൻ. പിന്നീട് നൈബേഴ്സ് വരുന്നു, നൈബേഴ്സിന്റെ അഡ്വൈസ് വരുന്നു, പ്രീസ്റ്റ് വരുന്നുണ്ട് ആ വില്ലേജിലുള്ള. ആൻഡ് എൻറ്റയർ ടൗൺ ഈ മിസ്റ്റീരിയസ് സ്ട്രേഞ്ചറിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നുണ്ട്. അത്തരത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് സോൾവ് ആവുന്നതെന്നും എങ്ങനെയാണ് ഈ സ്റ്റോറി ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് എത്തുന്നതെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്റ്റോറിയിലൂടെ നോക്കാം. ഈ സ്റ്റോറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. 3 ദിവസത്തെ ശക്തമായ മഴയ്ക്ക് ശേഷമുള്ള ഒരു ദിവസത്തിലാണ് ഈ സ്റ്റോറി തുടങ്ങുന്നത്. തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് പെലായോയുടെ ഫാമിലിയാണ്. ഫാമിലിയിൽ പെലായോ ഉണ്ട്, പെലായോയുടെ വൈഫായിട്ടുള്ള എലിസന്റെ ഉണ്ട്. അവർക്കൊരു ചൈൽഡ് ഉണ്ട്. ചൈൽഡിന്റെ പേര് പറയുന്നില്ല. കഥയുടെ തുടക്കത്തിൽ ഈ ചൈൽഡിന് അസുഖം ബാധിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള മഴയായിരുന്നു 3 ദിവസങ്ങളായിട്ട് നിർത്താണ്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരുപാട് ഞണ്ടുകൾ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവരൊരു തീരപ്രദേശത്താണ് താമസിക്കുന്നത്. ഒരുപാട് ഞണ്ടുകൾ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു വല്ലാത്ത ബാഡ് സ്മെല്ലും അവിടെ ഉണ്ട് ഈ ഞണ്ടുകൾ വന്നത് കാരണം. പെലായോ വിശ്വസിക്കുന്നത് ഈ കുട്ടിക്ക് അസുഖം വരാൻ കാരണം ഈ ഞണ്ടുകളുടെ ഒരു പ്രസൻസ് ആണെന്നാണ്. അങ്ങനെ അവര് തീരുമാനിക്കുകയാണ് ഈ ഞണ്ടുകളെയൊക്കെ പിടിച്ച് കടലിൽ കൊണ്ടിടാമെന്ന് തീരുമാനിക്കുകയാണ്. പെലായോ അങ്ങനെ ഞണ്ടിനെയൊക്കെ പിടിച്ച് കടലിൽ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന പെലായോ കാണുന്നത് തൻ്റെ വീട്ടുമുറ്റത്ത് എന്തോ ഒരു അനക്കം കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ സംതിങ് ഈസ് മൂവിങ് ആൻഡ് ഗ്രോണിങ്. ഗ്രോണിങ് മീൻസ് എ ക്രൈയിങ് സൗണ്ട്, അല്ലെങ്കിൽ ഒരു മോർണിംഗ് സൗണ്ടാണ്. ഉച്ച സമയമായിട്ടുണ്ട്, പക്ഷെ ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെലായോയ്ക്ക് ഇത് ക്ലിയർ ആയിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ അടുത്ത് പോയപ്പോഴാണ് അതൊരു ഓൾഡ് മാൻ ആണെന്ന് മനസ്സിലായത്. എ വെരി ഓൾഡ് മാൻ. അദ്ദേഹം മണ്ണിലെ മുഖം കുത്തിയിട്ടാണ് കിടക്കുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്ട് ദ മാൻ കുഡന്റ് ഗെറ്റ് അപ്പ്. ഒരുപാട് എഫേർട്ട് എടുക്കുന്നു. ട്രെമൻഡസ് എഫേർട്ട് മീൻസ് ഗ്രേറ്റ് എഫേർട്ട്. അത്രയും എഫേർട്ട് എടുത്തിട്ട് കൂടി ഇയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാൻ പറ്റാത്തത്? ഇംബഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്. അതൊരു സാധാരണ ഓൾഡ് മാൻ അല്ല, ഒരു എനോർമസ് വിങ്സ് ഉള്ള ഓൾഡ് മാൻ ആണ്. എന്താണ് എനോർമസ് വിങ്സ് എന്ന് പറഞ്ഞാൽ? വലിയ ചിറകുകളോട് കൂടിയിട്ടുള്ള ഒരു ഓൾഡ് മാൻ ആണ് അവിടെ നമ്മുടെ പെലായോ കാണുന്നത്. ഫ്രൈറ്റൻ ബൈ ദ സൈറ്റ്, അയാൾ പേടിച്ചു പോയി കണ്ടപാട് തന്നെ പെലായോ എലിസന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. എലിസന്റെ ആ ടൈമിൽ അവരുടെ സിക്ക് ചൈൽഡിന് കംപ്രസേഴ്സ് വെച്ചു കൊടുക്കുമായിരുന്നു. കംപ്രസേഴ്സ് എന്ന് വെച്ചാൽ ഹോട്ട് ഓർ കോൾഡ് പാഡാണ്. അത് എന്താണ് സിക്കായിട്ടുള്ള ആൾക്കാരെ കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇവരുടെ ചൈൽഡിന് എന്തോ ഒരു അസുഖം ബാധിച്ച് കിടക്കുകയാണെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഈ വിവരം അറിഞ്ഞപാട് ഇവർ 2 പേരും കൂടെ അയാളുടെ അടുത്തേക്ക് പോയി അയാളെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തു. ഹി വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. അയാൾ ഒരു റാഗ് പിക്കറിനെ പോലെയാണ് ഡ്രസ് ചെയ്തിട്ടുള്ളത്. റാഗ് പിക്കർ മീൻസ് എ പേഴ്സൺ ഹു കളക്ട്സ് ആൻഡ് സെൽസ് ഓൾഡ് ക്ലോത്ത്സ്. പഴയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് കളക്ട് ചെയ്തിട്ട് അത് സെല് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ റാഗ് പിക്കേഴ്സ് എന്ന് പറയാം. അയാളെ പോലെയാണ് ഇയാള് വേഷം. പിന്നീട് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുകയാണ്. തലയിൽ വളരെ കുറച്ച് നരച്ച മുടികളുണ്ട്. പല്ലിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് പല്ലുകളാണുള്ളത്. ഒരു ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെ ഉണ്ട് അയാളെ കാണാൻ. ഡ്രഞ്ച്ഡ് മീൻസ് വെറ്റാണ്. നല്ല മഴയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആകെയും നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് ഇയാള്. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അതായത്
ഇയാൾക്കുള്ള ഗ്രാൻഡ്യൂർ മീൻസ് ഗ്ലോറി, ഇയാൾക്ക് ഉള്ള എല്ലാ ഗ്ലോറിയും ഇല്ലാതാവുന്ന തരത്തിലുള്ള ഒരു അപ്പിയറൻസ് ആയിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നത്. സാധാരണ ഇങ്ങനെ ഒരു വിങ്സ് ഒക്കെ ഉള്ള ആൾക്കാർ ഒരു ഏഞ്ചൽ എന്നാണല്ലേ നമ്മൾ പറയാം. പക്ഷെ ഒരു ഏഞ്ചലിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും അല്ല ഇയാൾക്ക്. വിങ്സ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു നോർമൽ മനുഷ്യനെ പോലെ തന്നെയാണ് ഉള്ളത്. ഇതിലിനി ബസാർഡ് എന്ന് പറയുന്നുണ്ട്. ബസാർഡ് മീൻസ് ബ്രോഡ് റൗണ്ട് വിങ്സിനെയാണ് പറയുന്നത്. അത് വളരെ ഡേർട്ടി ആണ്. അതുപോലെ തന്നെ പകുതി തൂവലും ഒക്കെ പോയിട്ടുണ്ട് ആ വിങ്സില്. പിന്നീട് എന്താണ്, ചളി നിറഞ്ഞു കിടക്കുന്നുണ്ട്. വിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ബസാർഡ് എന്ന് പറയുന്നുണ്ട്. ബസാർഡ് മീൻസ് ബ്രോഡ് റൗണ്ട് വിങ്സ് ആണ്. അത് വളരെ ഡേർട്ടി ആണ് ആൻഡ് അതിലെ പകുതി തൂവലും പോയിട്ടുണ്ട്. വലിയ വിങ്സ് ആണ്, പക്ഷെ ഒരുപാട് തൂവലും പോയിട്ടുണ്ട് ആൻഡ് അത് ചളി നിറഞ്ഞു കിടക്കുകയാണ്. നമ്മളെന്താണ്, ഒരു നോർമൽ ഒരു ഏഞ്ചൽ എന്നുള്ള ഒരു ഫീല് വരുമ്പോൾ, ചിറക് കാണുമ്പോൾ നമുക്കൊരു ഏഞ്ചലിനെ കുറിച്ചിട്ടാണ് ഓർമ്മ വരിക. പക്ഷെ എന്താണ്, വളരെ ഡേർട്ടി ആയിട്ടുള്ള, സാധാരണ നമ്മുടെ ഒരു ഏഞ്ചൽ കോൺസെപ്റ്റിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഒരു നോർമൽ ഒരു ഹ്യൂമൻ ഫീച്ചർ കൊടുത്തിട്ട് ആണ് ഇതിൽ പറയുന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാജിക്കൽ റിയലിസത്തിന്റെ എക്സാമ്പിൾ വരുന്നത്. ഇനി ഇവര് വളരെ ക്ലോസ് ആയിട്ട് ഇയാളെ ഒബ്സർവ് ചെയ്തതിന് ശേഷം അവർക്കുണ്ടായിരുന്ന ഒരു ഇനീഷ്യൽ ഷോക്കിൽ നിന്ന് അവർ റിക്കവർ ചെയ്യാണ്. കാരണം എന്താണ്, പെട്ടെന്ന് കണ്ടപ്പോൾ ഇതെന്താന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ ഒരു വിങ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്താണ്, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണോ ഉള്ളത്. പിന്നീട് അയാളോട് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുകയാണ്. ബട്ട് ഹി ആൻസർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. സംസാരിക്കുമ്പോൾ ഇയാൾ ആൻസർ ചെയ്യുന്നത് ഒരു ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റിലാണ്, അതായത് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു ഡയലക്റ്റിലാണ് ഇയാൾ സംസാരിക്കുന്നത്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്, ഒരു സ്ട്രോങ് സെയിലേഴ്സ് വോയിസിലാണ് തിരിച്ച് സംസാരിക്കുന്നത്. They concluded that he was a castaway from a shipwreck. കാസ്റ്റവേ മീൻസ് ഷിപ്പ്രെക്ക് സർവൈവറിനെയാണ് നമ്മൾ കാസ്റ്റവേ എന്ന് പറയാം. അയാൾ എന്തോ ഒരു കപ്പൽ അപകടത്തിൽ നിന്ന് സർവൈവ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും എന്ന് ഇവരങ്ങ് കൺക്ലൂഡ് ചെയ്യാണ്. അതിനുശേഷം ഇവരൊരു അയൽപ്പക്കത്തിലുള്ള ഒരു വുമണിനെ വിളിച്ചിട്ട് വരികയാണ്. അവര് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവർക്ക് മനസ്സിലായി ഇവരുടെ ഈ ഒരു ഊഹം, അതായത് ഒരു ഷിപ്പ്രെക്ട് സെയിലർ ആണ് എന്നുള്ളൊരു ഊഹം തെറ്റാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു ഇതൊരു ഏഞ്ചലാണ്, ഒരിക്കലും ഒരു സെയിലർ അല്ല, ഒരു ഏഞ്ചലാണ്. അയാൾ വന്നിട്ടുള്ളത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് വന്ന ഒരു ഏഞ്ചൽ ആയിരിക്കാം. കുഞ്ഞിന് വേണ്ടിയിട്ട് വന്നതെന്ന് പറയുന്നത് കുഞ്ഞ് അസുഖം ബാധിച്ച് കിടക്കുകയായിരുന്നു. ഈ കുഞ്ഞിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഏഞ്ചലാണ്. നല്ല ശക്തമായ മഴയിൽ ചിലപ്പോൾ നിലത്ത് വീണതായിരിക്കും എന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഒരു ഏഞ്ചൽ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ മൊത്തം സ്പ്രെഡ് ആവാണ്. ഇവിടെ ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ലൈക്ക് ഏഞ്ചൽ, അതായത് ഒരു റിയൽ ഏഞ്ചൽ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസ് സ്പ്രെഡ് ആവാണ്. നമ്മുടെ പെലായോ അവിടെ ഏഞ്ചലിനെ നോക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറെ ആഫ്റ്റർനൂൺ ആയ സമയത്ത് ഇയാള് നമ്മുടെ ഏഞ്ചലിനെ ആ ചളിയിൽ നിന്ന് വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ചിക്കൻ കൂപ്പിൽ കൊണ്ടാക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ സിക്ക് ചൈൽഡ് എഴുന്നേൽക്കാണ്. ഫീവർ ആയിരുന്നു, ഫീവറൊക്കെ മാറിയിട്ടുണ്ട്. ആൻഡ് ഹി വോക്ക് അപ്പ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, അതായത് ഫുഡ് കഴിക്കാനുള്ള ഒരു ഡിസയറോട് കൂടിയിട്ടാണ് ആ കുട്ടി എഴുന്നേൽക്കുന്നത്. ഇത് എല്ലാവർക്കും വളരെ ഒരു അതിശയമായിട്ട് തോന്നി. ഇത് ഈ ഓൾഡ് മാൻ്റെ ഒരു മഹത്വം കൊണ്ടാണ്, ഇവിടെ വന്നിട്ടുള്ള ഒരു ഏഞ്ചലിന്റെ മഹത്വം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാവുകയാണ് എല്ലാവർക്കും. പിറ്റേ ദിവസം രാവിലെ അവർ നോക്കുമ്പോൾ എൻറ്റയർ നൈബർഹുഡിനെ അവരുടെ മുറ്റത്ത് കാണുകയാണ്. ആ വന്ന വിസിറ്റേഴ്സ് കോഴിക്കോടിനിടയിലൂടെ ഓരോ സാധനങ്ങൾ നമ്മുടെ ഏഞ്ചലിന് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏഞ്ചലിന് ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ എന്നതിന് പകരമായിട്ട് ഒരു സർക്കസ് ആനിമലിനെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഏഞ്ചലിന് കിട്ടിയ വിവരം വളരെ റാപ്പിഡായിട്ട് അവിടെ മുഴുവൻ സ്പ്രെഡായി. പിന്നീട് അവരുടെ വീട് ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ അല്ലെങ്കിൽ ഒരു ചന്ത പോലെ മാറി. അത്രയും ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ ക്രൗഡിനെ പിരിച്ചുവിടാൻ പിന്നീട് ആ കപ്പിളിന് പോലീസിനെ വിളിക്കേണ്ടി വന്നു. ട്രൂപ്സിനെ വിളിച്ചതിന് ശേഷമാണ് ഈ ആൾക്കാരെ ഇപ്പൊ പിന്നീട് അവിടുന്ന് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. പിന്നീട് അവര് മുറ്റത്ത് വേലി കെട്ടാൻ വേണ്ടിയിട്ട്, ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലിയാണ്, വേലി കെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഓൾസോ ഏഞ്ചലിനെ കാണാൻ വരുന്നവരുടെ കയ്യിൽ നിന്നും ഒരു 5 സെന്റ്, അവിടെ സെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള സ്ഥലമല്ല, അല്ലാതെ ഒരു പൈസയാണ്, 5 സെന്റ് വീതം വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒരുപാട് ദൂരെ നിന്ന് വളരെ ആകാംക്ഷയോടെ ഏഞ്ചലിനെ കാണാനും ആളുകൾ വന്നു തുടങ്ങി. പെലായോ ആൻഡ് എലിസൻഡ വർ ഹാപ്പി വിത്ത് ഫാറ്റിക്. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്. ഈ ആളുകളുടെ ഈ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഒരു ആഴ്ച കൊണ്ട് തന്നെ അവരുടെ റൂം എന്താണ്, പൈസ കൊണ്ട് നിറയുന്നുണ്ട്.
അത്രയും ആളുകൾ കാണാൻ വരുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ വളരെ ഹാപ്പിയാണ്. ഇപ്പോഴും പിൽഗ്രിംസിന്റെ ലൈൻ, അതായത് തീർത്ഥാടകരാണ് പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ. ഈ തീർത്ഥാടകരുടെ ലൈൻ, ഈ ഏഞ്ചലിനെ കാണാൻ വരുന്ന തീർത്ഥാടകരുടെ ലൈൻ അങ്ങ് ഹൊറൈസൺ വരെ നീണ്ടു കിടക്കുന്നുണ്ട്. പുറമെ ഇത്രയ്ക്ക് ബഹളങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഈ ഏഞ്ചൽ ഇതിലൊന്നും ഇൻവോൾവ് ആവുന്നില്ല. അദ്ദേഹം ആ ഒരു നെസ്റ്റിൽ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇവർ ഏഞ്ചലിന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോത്ത് ബോൾസ് ആണ്. മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ നാഫ്തലിൻ ബോൾസ് ആണ്. അത് നമ്മുടെ ഡ്രസ്സൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിന്റെ കൂടെ വെക്കുന്ന ഒരു വൈറ്റ് ബോൾസ് ആണ്. പിന്നീട് എന്ത് കൊടുക്കുന്നുണ്ട്? എഗ് പ്ലാന്റ് മഷ് കൊടുക്കുന്നുണ്ട്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴുതിനങ്ങ ഉണ്ടല്ലോ, വഴുതിനങ്ങയുടെ മഷ് എന്ന് പറഞ്ഞാൽ ഒരു കഞ്ഞിയൊക്കെ പോലത്തെ ഒരു ഡിഷാണ്. പക്ഷെ അദ്ദേഹം മോത്ത് ബോൾസ് കഴിക്കാതെ ആ എഗ് പ്ലാന്റ് മഷ് മാത്രമാണ് കഴിക്കുന്നത്. പിന്നീട് എന്ത് കൊടുക്കുന്നുണ്ട്? എഗ് പ്ലാന്റ് മഷ് കൊടുക്കുന്നുണ്ട്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴുതിനങ്ങ ഉണ്ടല്ലോ, വഴുതിനങ്ങയുടെ മഷ് എന്ന് പറഞ്ഞാൽ ഒരു കഞ്ഞിയൊക്കെ പോലത്തെ ഒരു ഡിഷാണ്. പക്ഷെ അദ്ദേഹം മോത്ത് ബോൾസ് കഴിക്കാതെ ആ എഗ് പ്ലാന്റ് മഷ് മാത്രമാണ് കഴിക്കുന്നത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സെയിം ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ വെർച്യൂ എന്ന് പറഞ്ഞാൽ, ഇത്രയും ആൾക്കാർ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാണാൻ വരുന്നത്. ഏഞ്ചൽ വേറെ പവർ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്ന ഏക പവർ എന്ന് പറഞ്ഞാൽ ഇത്രയും ബഹളത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഹി വാസ് ക്വയറ്റ് പേഷ്യൻറ്റ് വെൻ ഹെൻസ് പെക്ട് ഹിം. ഈ കോഴികൾ ഉണ്ടല്ലോ, അവിടെ കോഴിക്കൂട്ടിലാണ് ഇരിക്കുന്നത്, അവിടെ കോഴികൾ പാരസൈറ്റ്സിനെ സെർച്ച് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തൂവലൊക്കെ കൊത്തുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം വളരെ പേഷ്യൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ പേഷ്യൻ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ്. ക്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവര് ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ചിറക് പറിച്ചെടുക്കുന്നുണ്ട്, അവരുടെ കൈക്കും കാൽക്കും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത് അവർക്ക് കൈകാലുകളൊക്കെ സുഖമാവും എന്നുള്ള പ്രതീക്ഷയിൽ. ഹി റിമെയിൻ പേഷ്യൻ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. വളരെ മേഴ്സിഫുൾ ആയിട്ടുള്ള ആൾക്കാർ വരെ അദ്ദേഹത്തിന്റെ നേരെ കല്ലെറിഞ്ഞപ്പോഴും അദ്ദേഹം വളരെ പേഷ്യൻ്റ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. പിന്നീട് എന്താണ്, അദ്ദേഹത്തെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇരിക്കുന്ന അടുത്ത് നിന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴും ഇദ്ദേഹം വളരെ ശാന്തനായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ ഒരു ടൗൺ ട്രാവലിംഗ് ഷോ വരികയാണ്. നമ്മുടെ ഇവിടെ സർക്കസ് ഒക്കെ വരുന്ന പോലെ അതുപോലെ ഒരു ഷോ വരികയാണ്. ആ ഒരു ഷോയിലുണ്ടായിരുന്ന ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വുമൺ ആയിരുന്നു. ആ വുമൺ എന്തായിട്ട് മാറിയിട്ടുണ്ട്? സ്പൈഡർ ആയിട്ട് മാറിയിട്ടുണ്ട്. സ്പൈഡർ ആയിട്ട് മാറിയിട്ടുള്ള ഒരു വുമൺ ആണ് ആ ഷോന്റെ ഒരു പ്രധാന അട്രാക്ഷൻ വരുന്നത്. ഒരു തണ്ടർ ലൈറ്റനിങ് ടൈമിലാണ് അവർ ആ സ്പൈഡറായി മാറിയിട്ടുള്ളത്. അപ്പൊ ഈ വിവരം കേൾക്കുമ്പോൾ ആളുകളൊക്കെ നമ്മുടെ ഏഞ്ചലിനെ മറന്നുകൊണ്ട് ആ സ്പൈഡർ വുമണിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ദ അഡ്മിഷൻ ഫീസ് ടു സീ ഹർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. അവളെ കാണാൻ, ആ സ്പൈഡർ വുമണെ കാണാനുള്ള അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏഞ്ചലിനെ കാണാനുള്ള അഡ്മിഷൻ ഫീസിനെക്കാട്ടും കുറവാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ എങ്ങോട്ടേക്ക് പോവാണ്? നമ്മുടെ സ്പൈഡർ വുമണിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെന്റ്. അതായത് അവിടെയുള്ള ഓണേഴ്സ് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെല്ലായോ ആൻഡ് എലിസന്റെ ആണ്. അവർക്ക് ഈ സ്പൈഡർ വുമണിനെ കാണാൻ പോകുന്നതിൽ വലിയ വിഷമമൊന്നുമില്ല. കാരണം എന്താണ്, ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ അവർ അത്രയ്ക്കും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. വിത്ത് ദ മണി ദി സേവ് ദി ബിൽഡ് എ 2-story മാൻഷൻ. അവർ വലിയ ഒരു 2 തട്ടുള്ള ഒരു വലിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ അവിടെ ബാൽക്കണീസ് ഉണ്ട്, ഗാർഡൻ ഉണ്ട്. ഇവര് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ എന്താണ്, ഇറ്റ് ഓൾസോ ഹാഡ് എ ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ദ ക്രാബ്സ് വുഡൻ ഗെറ്റ് ഡ്യൂറിങ് ദ വിന്റർ. ഈ വിന്റർ സീസണിൽ ക്രാബ്സ് എങ്ങോട്ടേക്ക് വരില്ല, ഇനി ഇവരെ വീട്ടിലേക്ക് വരില്ല. തുടക്കത്തിൽ നമ്മൾ ക്രാബ്സ് വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടതാണല്ലോ, അപ്പോൾ അതും അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവര് അയൺ ബാർസ് വെച്ചിട്ടുണ്ട് വിൻഡോന്റെ സൈഡിൽ. എന്തിനാണ്? ഈ ഏഞ്ചല വീടിന്റെ അകത്തേക്ക് വരുന്നതിന്. ഈ ഏഞ്ചലാണ് ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയത്. പക്ഷേ ഏഞ്ചൽ ആ വീട്ടിന്റെ അകത്തേക്ക് വരുന്നതിന് അവര് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു അയൺ ബാർ വെച്ചിട്ടുണ്ട് വിൻഡോന്റെ സൈഡിൽ. പെല്ലായോ ഒരു റാബിറ്റ് വാരൻ സെറ്റ് ചെയ്യുന്നുണ്ട്. എലിസന്റെ ഒരുപാട് പുതിയ ഡ്രസ്സുകൾ, അതേപോലെ ഹൈ ഹീൽസ് ഒക്കെ വാങ്ങുന്നുണ്ട്. സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഹൈ ഹീൽസ് വാങ്ങുന്നുണ്ട്. ഇറിഡിസൻ സിൽക്ക് യൂസ് ചെയ്തിട്ടുള്ള, ഈ സിൽക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റിൽ കാണുമ്പോൾ അതിന് പല ഷെയ്ഡ് തോന്നും. അത്തരത്തിലുള്ള ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നുണ്ട്. ഇവരാകെ ശ്രദ്ധിക്കാൻ മറന്നു പോകുന്നത് നമ്മുടെ ഏഞ്ചൽ നിൽക്കുന്ന ഒരു ചിക്കൻ കൂപ്പ് മാത്രം അവർ ശ്രദ്ധിക്കുന്നില്ല. അതൊഴിച്ച് ആ വീടിന്റെയും അതേപോലെ തന്നെ ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവരുടെ കുട്ടി നടക്കാൻ പഠിച്ചപ്പോൾ അവൻ ആ കൂപ്പിന്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ അവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്.
പക്ഷെ പിന്നീട് അവർക്ക് ആ പേടി നഷ്ടപ്പെടുകയാണ്. അവർ ഏഞ്ചലിന്റെ ആ സ്മെല്ലൊക്കെ ആയിട്ട് യൂസ്ഡ് ആയി. അവന് സെക്കൻഡ് ടീത്ത് വരുന്നതിന് മുന്നേ അവൻ ആ ചിക്കൻ കൂപ്പിൽ കയറിയിട്ട് അവൻ ആ ചിക്കൻ കൂപ്പിന്റെ അകത്തേക്ക് കയറാണ്, ഏഞ്ചലിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. പിന്നീട് അതിനുശേഷം ഏഞ്ചലിനും ആ കുട്ടിക്കും ഒരേ സമയം ചിക്കൻ പോക്സ് പിടിപെടുകയാണ്. കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരുന്നു. കുട്ടീനെ നോക്കാൻ വന്ന ഡോക്ടർക്ക് ഈ ഏഞ്ചലിനെ കൂടെ നോക്കാതെ പോകാൻ പറ്റിയില്ല. ഏഞ്ചലിനെ കൂടെ നോക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. അങ്ങനെ ഏഞ്ചലിനെ നോക്കുന്ന സമയത്ത് ഏഞ്ചലിന്റെ ഹാർട്ടിൽ നിന്നും അതേപോലെ കിഡ്നിയിൽ നിന്നൊക്കെ ഒരു സ്ട്രെയിഞ്ച് സൗണ്ട്, ഒരു വിസ്ലിംഗ് സൗണ്ട് പോലെയൊക്കെ അദ്ദേഹത്തിന് കേൾക്കുന്നുണ്ട്. ഡോക്ടറിനെ സർപ്രൈസ് ചെയ്തത് ഈ സൗണ്ട് ഒന്നും ആയിരുന്നില്ല, നേരെ മറിച്ച് ആ വിങ്സ് ആണ്. അത് ഒഴിച്ചാൽ ആ ഏഞ്ചൽ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ലൈക്ക് ആണ്. ആ വിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മനുഷ്യന്മാരെങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ആ ഏഞ്ചലിനെ കാണാനുള്ളത്. എന്തുകൊണ്ടാണ് നമ്മളെ പോലുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഈ വിങ്സ് ഇല്ലാത്തതെന്ന് നമ്മുടെ ഡോക്ടർ ചിന്തിക്കുകയാണ്. അവരുടെ ചൈൽഡ് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും മഴയും വെയിലും ഒക്കെ കാരണം ആ ചിക്കൻ കൂപ്പ് ആകെ തകർന്നിട്ടുണ്ട്. ഏഞ്ചൽ ആ കൂപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് മുറ്റത്തുകൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഒരേ സമയം പലയിടങ്ങളിലായിട്ട് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഐസൊക്കെ നന്നായിട്ട് ഫോഗി ആവുക, മങ്ങി തുടങ്ങി. പിന്നീട് പെലായോ അദ്ദേഹത്തിന് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് നൽകുകയാണ്. ബ്ലാങ്കറ്റ് എടുത്ത് അദ്ദേഹത്തിന്റെ ദേഹത്തിടുന്നുണ്ട്. അയാൾക്ക് ബോഡി ടെമ്പറേച്ചർ വളരെ കൂടുതലാണെന്ന് പെലായോയ്ക്ക് മനസ്സിലായി. പനി പിടിച്ചിരിക്കുകയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നു. പിന്നീട് അവർ വളരെ പരിഭ്രാന്തരാവുകയാണ്. അവർ പേടിക്കുന്നത് ഈ ഏഞ്ചലിന് പനി പിടിച്ചിട്ട് അദ്ദേഹം മരിച്ചു പോകുമെന്നുള്ള ഒരു പേടി പെലായോയ്ക്കും എലിസന്റയ്ക്കും ഉണ്ട്. പിന്നീട് അദ്ദേഹം ആ കണ്ടീഷനെ സർവൈവ് ചെയ്യുന്നു. യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിന്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. അദ്ദേഹം ആ ഒരു വേഴ്സ്റ്റ് വിന്റർ ടൈം സർവൈവ് ചെയ്തത് മാത്രമല്ല, സണ്ണി ഡേയ്സ് ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഹെൽത്ത് കുറച്ചുകൂടെ ഇംപ്രൂവ് ആയി. മുറ്റത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു കോർണറിൽ പല ദിവസങ്ങളിലായിട്ട് അദ്ദേഹം മോഷൻലെസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നീട് ഡിസംബർ ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ചിറകിൽ കുറച്ച് സ്റ്റിഫായിട്ടുള്ള തൂവലുകൾ വരാൻ തുടങ്ങി. അവ ഒരു നോക്കുകുത്തിയുടെ ചിറകുകൾ പോലെ തോന്നി, തൂവലുകൾ പോലെ തോന്നി. സ്കെയർക്രോ എന്ന് പറയുന്നത് നോക്കുകുത്തി എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഇവിടെ വരുന്നത്. ഒരു ദിവസം എലിസണ്ട കിച്ചണിൽ ഒണിയൻ കട്ട് ചെയ്യായിരുന്നു, ലഞ്ചിന് വേണ്ടിയിട്ട് ഒണിയൻ കട്ട് ചെയ്യായിരുന്നു. ആ ടൈമിൽ ഈ ഏഞ്ചലിനെ വിൻഡോയിലൂടെ ഒബ്സർവ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ പറക്കാനുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുകയാണ്. തുടക്കത്തിൽ അദ്ദേഹത്തിന് ഗ്രിപ്പ് കിട്ടാതെ ഷെഡിലൊക്കെ പോയി അടിച്ചു വീഴാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അതിനുശേഷം അദ്ദേഹം പറന്നുയരാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്തു, അതായത് പറന്നുയരാൻ തുടങ്ങി. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. എലിസണ്ടയ്ക്ക് ഒരു ആശ്വാസമാവാണ്. അദ്ദേഹം പറന്നു പോകുന്നതിൽ എലിസണ്ടയ്ക്ക് വളരെ ഒരു ആശ്വാസമാവാണ്. അദ്ദേഹം അവസാനത്തെ വീടും താണ്ടിയിട്ട് മുന്നോട്ട് പറക്കുന്നത് എലിസണ്ട ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇവിടെ സെനൈൽ വൾച്ചർ എന്ന് പറയുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് പ്രായമായിട്ടുള്ള ഒരു കഴുകനെ പോലെ വളരെ റിസ്ക് എടുത്തുകൊണ്ട് അദ്ദേഹം മുകളിലോട്ട് പറന്നുയരുന്നുണ്ട്. എലിസണ്ട അത് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ണിൽ നിന്നും അദ്ദേഹത്തിന്റെ രൂപം മറഞ്ഞു പോകുന്നവരെ എലിസണ്ട അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഹി വാസ് നോ ലോങ്ങർ an annoyance in her life but an imaginary dot on the horizon of the sea. അദ്ദേഹം ഇനി മുതൽ ഇവരുടെ ഫാമിലിക്ക് ഒരു അനോയൻസ് ആയിട്ടില്ല, മറിച്ച് ഒരു ഇമാജിനറി ഡോട്ടായിട്ടാണ്, ഈ ഒരു ഹൊറൈസണിൽ ഒരു ഇമാജിനറി ഡോട്ടായിട്ട് അദ്ദേഹം ഇനി ഇവർക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഫാമിലിക്ക് അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊക്കെ ഇവർക്ക് പ്രയാസമാണ്. ആ പ്രയാസമൊന്നും ഇല്ലാതെ അയാളെ തന്നെ സുഖപ്പെട്ട് പറന്ന് പോയതിൽ വളരെ ഒരു വലിയൊരു ആശ്വാസം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇനി അദ്ദേഹം അവരുടെ ജീവിതത്തിൽ ഒരു ശല്യമല്ല, മറിച്ചൊരു സാങ്കല്പിക ബിന്ദു മാത്രമാണ്.